കമ്പയർ ചെയ്യാറുണ്ട്. അതായത് എന്താ പറയുന്നത്, മലയാളത്തിൽ നമ്മൾ പക്ഷേ താരതമ്യം ചെയ്യാറുണ്ട്. ഈ താരതമ്യം ചിലപ്പോഴൊക്കെ നെഗറ്റീവ് ആകാറുണ്ട്. വ്യക്തികളെ നെഗറ്റീവായിട്ട് താരതമ്യം ചെയ്യാൻ പാടില്ല. അത് ചിലപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ തന്നെ, വളർന്നു വരുന്ന കുട്ടികളിലൊക്കെ തന്നെ ആ താരതമ്യം വളരെയധികം ദോഷം ചെയ്യാറുണ്ട്. ചില വാക്കുകളായിരിക്കും നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ പഠിക്കാത്ത കുട്ടീനെ പറ്റിയാണെങ്കിൽ തീരെ മോശമാണ്, ശരിയാവില്ല, എങ്ങനെ ആയാലും എന്ന് മോശമായ രൂപത്തിൽ, നീ റെഡി ആവില്ല എന്ന് പറയുന്ന രൂപത്തിലൊക്കെ പറയുന്നത് ആ കുട്ടികളിൽ വളരെ നെഗറ്റീവ് ഫലങ്ങൾ ഉളവാക്കുകയും ആ കുട്ടിയുടെ കഴിവുകളൊക്കെ പരിപോഷിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥ വരികയും ചെയ്യാറുണ്ട്. നമ്മൾ പലപ്പോഴും തന്നെ വീട്ടിൽ തന്നെ കുട്ടികളെ തമ്മിൽ കമ്പയർ ചെയ്ത് പറയാറുണ്ട്. ഒരു കുട്ടി പല കാര്യങ്ങളും എടുക്കാനായിരിക്കും, മറ്റേ കുട്ടി ചിലപ്പോൾ അത്രത്തോളം ഒന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, ഓരോ വ്യക്തിയും വ്യത്യസ്ത ജീനുകളുള്ള ജീവികളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. അവരെ വിലയിരുത്താം, അവരുടെ കഴിവുകൾ മനസ്സിലാക്കാം, കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മൾ വേണ്ടത്. അവരുടെ പോരായ്മകളെ പറഞ്ഞ് തിരുത്തി കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ അത് നെഗറ്റീവായിട്ടുള്ള, മുമ്പൊക്കെ അധ്യാപകർക്കൊക്കെ ഉണ്ടായിരുന്നു, ചില കുട്ടികളോടെ കണ്ട് പറയും, ഈ വളരെ മോശമാണ്, രക്ഷപ്പെടില്ല എന്ന് തന്നെ പറഞ്ഞു. അത് ആ കുട്ടിയിലുണ്ടാക്കുന്ന ദുസ്വാധീനം വളരെ വലുതായിരിക്കും. നടനായിട്ടുള്ള കലാഭവൻ മണി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇവർ പഠിക്കാൻ വളരെ മോശം, 8ാം ക്ലാസ് വരെ തന്നെ എത്തിയിട്ടില്ല എന്നൊക്കെ തോന്നി. അപ്പോൾ ഒരു അധ്യാപകൻ, വളരെ പ്രശസ്തനായ ശേഷം നാട്ടിൽ വെച്ചൊരു അധ്യാപകൻ കണ്ടു, അബൂബക്കർ മാഷ് എന്നാ പേര് പറഞ്ഞു. അപ്പോൾ മാഷ് കലാഭവൻ മണിനോട് പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞില്ലേ മണി, ഈ വളരെ ഉയരത്തിലേക്ക് എത്തുന്നു. അപ്പോൾ അവനെ മനസ്സിലുണ്ട്, അവൻ പറഞ്ഞു, എല്ലാ മാഷങ്ങൾ അങ്ങനല്ലേ പറഞ്ഞത്, ഈ ഒരിക്കലും കഴിച്ചിലാവില്ല എന്നാണ് എന്നോട് അന്ന് പറഞ്ഞത്. അപ്പോൾ മാഷിക്കനാകെ നമ്മളെ മാഷിനെ, എടാ അത് ഞങ്ങൾ നന്നാവാൻ വേണ്ടി പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. ശരിയാണ്, നന്നാവാൻ വേണ്ടി ആയിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷെ പല കുട്ടികളിലും അത് നമ്മൾ നേരിട്ട് കൺമുന്നിൽ തന്നെ പല ഉദാഹരണങ്ങളും കാണാറുണ്ട്. ചിലർക്കത് മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞേക്കും. ചില ആളുകൾക്ക് ചിലപ്പോൾ അത്ര മനഃശക്തി ഉണ്ടാവില്ല. അപ്പോൾ അവർ പറഞ്ഞ വാക്കുകൾ അവർ തറക്കുകയും ഒന്നിനും കൊള്ളരുതാത്തവനാണ് എന്ന ചോദ്യം അവരിൽ വളരുകയും ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ ആ കുട്ടി ഒരു പൗരനായി വരുമ്പോൾ അവർക്ക് ഒന്നിനും കഴിയാത്തൊരവസ്ഥ വരും. അപ്പോൾ നമ്മളെല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു സംഭവം, നമ്മളെല്ലാവരും ചെയ്യാറുള്ളതാണ്, പലരും ചെയ്യാറുള്ളതാണ് അങ്ങനെ കമ്പാരിസൺ എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഫ്രണ്ട്സ് ആണെങ്കിലും പലരും പല കഴിവുകളും, അല്ലെങ്കിൽ പല കാര്യത്തിനും പലരും പറ്റും, ചില കാര്യത്തിന് പറ്റില്ല, ചില കാര്യത്തിനും വേറൊരാളായിരിക്കും. അപ്പോൾ ഓരോ വ്യക്തി ഓരോ വ്യത്യസ്ത ജീനിൻ്റെ ഉടമയായതുകൊണ്ട് തന്നെ പലതും നമ്മുടെ നിയന്ത്രണത്തിലല്ല പല കാര്യങ്ങളും. അതേപോലെ തന്നെ പല വ്യക്തികളുമായി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ചിലർ ഭയങ്കര മുൻകോപം ഉണ്ടാവും, ചിലർ വലിയ തമാശക്കാരായിരിക്കും. ഒക്കെ തന്നെ അവർക്ക് നിയന്ത്രിക്കാൻ വളരെ കൂടുതൽ സംസാരിക്കുന്ന ആൾക്കാർക്ക് ആ സംസാരം ഒന്ന് കുറക്കാനും പ്രയാസമായിരിക്കും. അധികം സംസാരിക്കാത്തവർക്ക് പ്രത്യേകിച്ചൊരു സംസാരം ഉണ്ടാക്കാനും പ്രയാസമായിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ടതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളായിരിക്കുന്ന പ്രായത്തിൽ. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അതൊന്നും അത്ര മനുഷ്യനെ ബാധിച്ചോളുന്നില്ല. പിന്നെ ഇത്രേ പറയാനുള്ളൂ. പിന്നെ നമ്മുടെ മെക്സവിനെ പറ്റി വളരെ ഉപകാരപ്രദമായി തന്നെയാണ് അത് മുന്നോട്ട് നീങ്ങുന്നത്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചില ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഈ മുട്ടുവേദനയൊക്കെ ഉള്ളവർ ഒരിക്കലും തന്നെ ജമ്പിങ് ജാക്കും അതേപോലെ തന്നെ ടോ ജമ്പും അധികം ചെയ്യരുത് എന്നാണ് സലാഹുദ്ദീൻ സാറിൻ്റെ ഒരു ക്ലാസ്സിൽ, ചില ക്ലാസ്സിൽ നിന്ന് ചിലത് കിട്ടുകയാണല്ലോ, നമ്മൾ ചിലപ്പോൾ മറന്നു പോകുന്ന കാര്യങ്ങൾ അങ്ങനെ ഓർമ്മിപ്പിക്കാറുണ്ട്. അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചിരുന്ന ആദ്യം ഈ കാലടുപ്പിച്ച് വെച്ച് എന്തും ചെയ്യാൻ പാടുള്ളതായിരുന്നു. അങ്ങനെ ഈ കാലടുപ്പിച്ച് വെച്ച് ഇരിക്കുമ്പോൾ സിറ്റപ്പ് ചെയ്യുമ്പോൾ എനിക്ക് കാലുകെട്ട് അമർത്താൻ ഭയങ്കര പ്രയാസമായി. പള്ളിക്കൽ ബസാറിൽ അദ്ദേഹത്തിൻ്റെ ഒരു മീറ്റിങ്ങിൽ പോയപ്പോഴാണ് കാലടുപ്പിച്ച് വെക്കണമെന്നൊന്നുമില്ല, കാല് ദൂരെ വെച്ചുകൊണ്ട് തന്നെ സിറ്റപ്പ് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ സുഖമായിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഈ വലിയ കുത്തനുള്ളൊക്കെ കയറ്റം കയറിയുള്ള കിതപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ മാറ്റമുണ്ട്, കൺട്രോൾഡായിട്ട് വരുന്നുണ്ട്. എനിക്കൊക്കെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഒരു കുത്തനുള്ള കയറ്റാണെങ്കിൽ സാധാരണ കയറ്റം ഇങ്ങനെ കയറിപ്പോവും. പിന്നെ ഞങ്ങൾ നേരെ താഴത്ത് തന്നെ വായുവിൻ്റെ വീട്ടിലുള്ള കയറ്റം നല്ല കുത്തനെയാണ്. ചിലപ്പോൾ ഞാനൊക്കെ മോട്ടർ അടിക്കാൻ വേണ്ടിയിട്ട് താഴെ പോകാറുണ്ട്. അത് തിരിച്ച് കയറുമ്പം എനിക്ക് തന്നെ ഭയങ്കര വല്ലാത്തൊരു കിതപ്പ് തോന്നാറുണ്ട്. മാക്സിമം സ്ഥിരമായിട്ട് അപ്പോൾ ചിലപ്പോൾ വരാതിരുന്നാലാണ് ഇപ്പോൾ ഈ കയറ്റം കയറുമ്പോഴൊക്കെ അധികം പ്രശ്നം വരുന്നത്. സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പ്രശ്നം വരുന്നില്ല. പിന്നെ അതേപോലെ കമർദ്ദാക്ക് ഒരിക്കൽ പറഞ്ഞിരുന്നത് കണ്ണിൻ്റെ ശരിക്കും നല്ല അനുഭവം ഉണ്ടത്. നമ്മൾ ആ ഫേസ് മസാജ് കൊണ്ടൊക്കെ ഇവിടുന്ന് പോകുമ്പോൾ ആ പേപ്പറൊക്കെ കണ്ണട ആദ്യം വായിക്കാൻ കഴിയാത്ത ആളായിരുന്നു ഞാൻ. അതിൽ
നമ്മളെ ലൈബ്രറിയിലൊക്കെ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ കണ്ണടല്ലാതെ തന്നെ ഒരുവിധം വായിക്കാനൊന്നും പ്രയാസമില്ല. അപ്പോൾ അങ്ങനെയുള്ള നല്ല സൽഗുണങ്ങളുള്ള ഈ Max7, അതേപോലെ തന്നെ നമ്മളെ കയ്യടിയിൽ എപ്പോഴും കൈ വെച്ചുകൊണ്ട് തന്നെ തുടങ്ങണം എന്നാണ്. ഓരോന്ന് ചെയ്യുമ്പോൾ ഇപ്പോൾ 1 എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കൈ അടുപ്പിച്ച് വെച്ചിട്ടേ 1 അടിക്കാവൂ. അങ്ങനെ ഓരോന്നിലും രണ്ടാമത് ഫസ്റ്റ് പൊസിഷൻ അതായിരിക്കണം എന്നും മൂപ്പരെന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ ഈ Max7 വളരെ ഉഷാറായിട്ട് നിരവധി പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനിയും നമുക്ക് അതിൽ നന്നായി പങ്കെടുക്കാനും എല്ലാ ദിവസവും ആ പറഞ്ഞ രൂപത്തിൽ തന്നെ ചെയ്തുകൊണ്ട് അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ കിട്ടാനും എല്ലാവരെയും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ നിർത്തുന്നു.